ഹലോ കൂട്ടുകാരെ, അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക വാവാണേ. അപ്പോൾ എല്ലാവരും രാവിലെ ബലിയിടാണ്ടവരെല്ലാം ബലിയിടാൻ പൊയ്ക്കാണോ അല്ലേ. അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എൻ്റെ വീട്ടിൽ അടുക്കളപ്പണിയിൽ തിരക്കാണ്. രാവിലെ വാവ് ബലിക്കുള്ള സദ്യ ഉണ്ടാക്കുകയാണ്. വാവ് ബലിക്കുള്ള വാവിനുള്ള സദ്യ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിത്തിരക്കാണ്. അപ്പോൾ രാത്രി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് കിടന്നത്. അതായത് ഇത് അരിഞ്ഞു വെക്കേണ്ടതൊക്കെ അരിഞ്ഞു വെച്ചാൽ രാവിലെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പം ഞാനിത് രാത്രി ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞു പറക്കി വെച്ചതാണ്. സാമ്പാറിനും അവിയലിനും മെഴുക്കുവരട്ടിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അച്ചാർ ഐറ്റംസ് പുളിയിഞ്ചി ഉണ്ടാക്കി, അച്ചാർ നാരങ്ങ അച്ചാറൊക്കെ, നാരങ്ങയല്ല ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി. പിന്നെ മോള് നിന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ അണ്ണൻ മീൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ആ വലിയൊരു ചൂര കിട്ടി, അതിനെ മുളകിട്ടൊക്കെ വെച്ച്. അപ്പോൾ വടക്കോട്ടുള്ളവർക്കൊക്കെ സദ്യക്ക് മീനും ചിക്കനൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളവർക്കൊക്കെ അറിയാം, അറിഞ്ഞൂടാത്തൊരു അയ്യോ എന്നൊക്കെ ആക്കും. ഇല്ല, വടക്കോട്ടുള്ളവർക്ക് അതൊരു ശീലമാണത്. ആ ശീലം നമ്മുടെ വീട്ടിൽ അണ്ണൻ വന്ന കാലം തൊട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രാവിലത്തെ എല്ലാ പണിയും ഒതുക്കിയത് കൊണ്ടിട്ട് ഒരു 11:45 ഇപ്പം എൻ്റെ അടുക്കളയിലെ പണി മൊത്തവും കഴിഞ്ഞ് കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് പണി മൊത്തവും കഴിഞ്ഞ്. അതിനുശേഷം പിന്നീട് ഞാൻ കുളിക്കാൻ പോയിട്ട് വന്ന സമയം കൊണ്ട് അവർ മൊത്തം പണി ഒരു 11:45 തന്നെ എല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി തന്ന് കുട്ടത്തിയാക്കി തന്നിട്ടുണ്ട് അടുക്കള എല്ലാം. ഇനി നല്ല സദ്യ വിളമ്പിയാൽ മാത്രം മതി. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് മോള് കാക്കയ്ക്ക് ആഹാരമൊക്കെ കൊടുത്ത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കുളിക്കാനായിട്ട് കയറിയത് കൊണ്ടിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇലയിട്ട്, നമുക്ക് ഉള്ളിടത്ത് പണ്ടത്തെ കണക്ക് തറയിലൊന്നും ആർക്കും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടിട്ട് ഇലയിട്ട് ഒരു ടേബിളിൽ 4 ഇലയിട്ട് ആ 4 ഇലയിലും കൂടെ സദ്യ വിളമ്പുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എന്തൊക്കെയാണെന്നറിയാം. തോരൻ, അവിയൽ, പച്ചടി, പിന്നെ കറി ഐറ്റമിൽ മാമ്പഴ പുളിശ്ശേരിയുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ രീതി എന്ന് വെച്ചാൽ ഇതിൽ പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്. 2 ഐറ്റം കുറവാണ് ഗൈസ്. കാരണം ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും ഇത്രയും കറികൾ ഉണ്ടാക്കിയല്ലോ ഞാൻ. അത് കഴിഞ്ഞിട്ട് 2 ഐറ്റം കുറവെന്ന് വെച്ചാൽ ഉപ്പേരി ഐറ്റം, അതായത് ശർക്കര വരട്ടിയില്ല, ചിപ്സും ഇല്ല. പിന്നെ പഴം പപ്പടം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. പായസം കടലപ്പായസമാണ് വെച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് ഞങ്ങൾക്ക് കടലപ്പായസം. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി പിള്ളേർ സദ്യ കഴിക്കുവാണ്. കൊച്ചുങ്ങൾ സദ്യ കഴിച്ചതിന് ശേഷം ഞാനും അണ്ണനും ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഗൈസ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരാൾ എഴുന്നേറ്റ് 2 പേർക്ക് ഇരിക്കാം. കാരണം അണ്ണൻ ഒരു കസേര ഒഴിച്ചിട്ടിരിക്കുകയാണ്. അണ്ണൻ ഇരിക്കാത്തതുകൊണ്ടിട്ടാണ് ഞാനവിടെ കറങ്ങി നിൽക്കുന്നത്. അപ്പോൾ അവർ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ഇരിക്കാമെന്ന് വിചാരിച്ച്. അണ്ണൻ ഇരിക്കാതെ പിന്നെ ഞാനെങ്ങനെ ആഹാരം കഴിക്കണം അല്ലേ. അപ്പോൾ നമ്മളെ ഒപ്പം നിന്ന് എൻ്റെ അണ്ണൻ്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനാണ് നമ്മളേറ്റവും ആഗ്രഹിച്ചത്. അപ്പോൾ അതുപോലെ ഇരുന്ന് നമുക്ക് ആഹാരം കഴിക്കാനാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റപ്പോൾ ഞാനും അണ്ണനും കൂടെ ഇരുന്നു. അപ്പം ഈ ഞങ്ങളെല്ലാവരും കൂടെ ആഹാരം കഴിച്ചപ്പോഴത്തേക്ക് അണ്ണനൊരു ശകലം ചോറ് മതി. 12 മണിക്കൊന്നും വരെ ആരും ആഹാരം കഴിച്ച് ശീലമില്ലല്ലോ. അതുകൊണ്ടിട്ട് ഇച്ചിരി ചോറ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അണ്ണൻ പെട്ടെന്ന് കഴിച്ചിട്ട് പായസം കുട്ടി കഴിക്കണം. അപ്പോൾ അണ്ണൻ പായസം കഴിക്കണുണ്ടപ്പോൾ എനിക്കും കൊതിയാവണം. ഞാൻ സദ്യ ഇങ്ങനെ എല്ലാ കറിയും ഇട്ട് കൂട്ടിക്കുഴച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അണ്ണൻ പായസം കുടിക്കുകയാണ്. അന്നേരം ഞാനും പായസം ചോറെല്ലാം നീക്കി വെച്ചിട്ട് ഇച്ചിരി പായസം എടുത്തൊഴിച്ച് പപ്പടം ഇട്ട് ഞാനും കഴിച്ചു. അപ്പോൾ എനിക്ക് തന്ന പപ്പടം കുയിന്ന് പോയി ഗൈസ്. അപ്പോൾ രണ്ടാമതൊന്നും ചോദിച്ചിട്ട് അവർ തന്നില്ല. അത് മതി, കൂടുതൽ പായസം പപ്പടം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ഉള്ളത് വെച്ച് കഴിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ചിരിച്ചായിരിക്കണം എനിക്ക് തരാത്തത് കൊണ്ടിട്ട്. ഞാൻ ഒന്നും നല്ല മൂടായതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല, അല്ലെങ്കിൽ ഞാനും പിണങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു പപ്പടം ചോദിച്ച് തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അണ്ണൻ അവിടെ ഏതാണ്ട് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, അണ്ണ ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു കൈയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇന്ന് അവരുള്ളത് കൊണ്ടിട്ട് നല്ല സന്തോഷത്തോടും ഹാപ്പിയോടു കൂടി ഞങ്ങൾക്ക് സദ്യ കഴിക്കാൻ. കാരണം എന്നറിയോ, ഈ സദ്യയ്ക്ക് അണ്ണൻ ഞങ്ങളുടെ ഒപ്പം കാണാം, അല്ലെങ്കിൽ ഓണത്തിന് ഞങ്ങളൊപ്പം അണ്ണൻ കാണത്തില്ല കേസ്. അതൊക്കെയാണ്. അപ്പോൾ സദ്യ കഴിച്ച് ഞങ്ങൾക്ക് എല്ലാ വർഷവും വാവാണ് ഞങ്ങൾ ഓണം പോലെ ആഘോഷിക്കണം. കാരണം ഞങ്ങൾ 4 പേരും ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വാവേ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഓണത്തിന് അണ്ണന് ജോലി തിരക്കായിരിക്കും, അണ്ണന് ചുട്ടി ലൂട്ടി അങ്ങനത്തെ ഡ്യൂട്ടി സമയമായിരിക്കും, ഒരു ലീവൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇല മടക്കിയിട്ട് ഞങ്ങൾ എഴുതിക്കുകയാണ് ഗൈസ്. അതിനുശേഷം എഴുന്നേറ്റതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇല മടക്കുന്ന ഇല എങ്ങനെ മടക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇല മടക്കി ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ വീട്ടിലെ വാവ് സദ്യ എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞാഘോഷം. കാരണം ഞങ്ങൾക്ക് ഓണത്തേക്കാൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് വാവിനാണ്. കർക്കിടക വാവാണ് ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങൾ സദ്യ കഴിക്കുന്നതും സദ്യ വയ്ക്കുന്നതും സന്തോഷത്തോടു കൂടി ഒരു സദ്യ കഴിക്കേണ്ടതായിട്ടുള്ളത് ഞങ്ങൾക്ക് കർക്കിടക വാവാണ്. കാരണം ഞങ്ങൾക്ക് അപ്പോഴേ ഞങ്ങളുടെ അണ്ണൻ കൂടെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ അണ്ണന് ലീവില്ലാത്തതുകൊണ്ടാണ് അങ്ങ് പോകും. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ കൂടെ ഞങ്ങളെല്ലാവരുമായിട്ട് സന്തോഷത്തോടെ സദ്യ കഴിച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.